ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതു മുന്നണിയിലുണ്ടായ തർക്കങ്ങളും അതിനുശേഷം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച തന്ത്രപരമായ നീക്കങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചാവിഷയമായിരിക്കുകയാണ്. CPIയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് കരാറിൽ രഹസ്യമായി ഒപ്പിട്ട കേരളം ഫണ്ട് ലഭിച്ചതിന് പിന്നാലെ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത് ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ അവസാന ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ കേന്ദ്രത്തിന് കത്തയക്കുന്നതിലെ കാലതാമസം CPIയെ വഞ്ചിക്കുമോ എന്ന ആശങ്കയ്ക്ക് ഇപ്പോൾ വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട SSK ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചാണ് PM ശ്രീ വിവാദത്തിന്റെ അടിസ്ഥാനം. ഏകദേശം 1500 കോടിയോളം രൂപയുടെ കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് തടസ്സമായി നിന്നത് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാത്തതായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി CPI ഉൾപ്പെടെയുള്ള ഇടതു മുന്നണിയിലെ ഘടകകക്ഷികളുടെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ അതീവ രഹസ്യമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാടാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കേന്ദ്ര ഫണ്ടുകൾ വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ലെന്നും PM ശ്രീയിൽ ചേരുന്നതിലൂടെ 1500 കോടി രൂപയുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള സഹായം നേടിയെടുക്കാൻ സാധിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം. കേരളത്തിന്റെ തനത് വിദ്യാഭ്യാസ മാതൃകയ്ക്ക് വിരുദ്ധവും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അജണ്ടകൾക്ക് വഴങ്ങുന്നതുമാണ് PM ശ്രീ പദ്ധതി എന്നുമായിരുന്നു CPIയുടെ പ്രധാന വിമർശനം. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പേരിന് മുൻപിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന നിബന്ധനയടക്കം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. കരാറിൽ ഒപ്പിട്ടുവെന്ന വാർത്ത പുറത്തു വന്നതോടെ CPI നേതൃത്വം കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും പരസ്യമായി ഈ നടപടിയെ വിമർശിക്കുകയും ചെയ്തു. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ ശക്തമായ ഭാഷയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. CPM നേതൃത്വത്തിന് ഇത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാക്കി. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കാനും കരാറിൽ നിന്ന് പിന്മാറുന്നതിനായി കേന്ദ്രത്തിന് കത്തയക്കാനും പിണറായി വിജയൻ സർക്കാർ നിർബന്ധിതരായി. സർക്കാരിനെ കൊണ്ട് തീരുമാനം തിരുത്തിക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ വലിയ നേട്ടമാണെന്നും യഥാർത്ഥ ഇടത് നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്നുമുള്ള വിലയിരുത്തൽ CPI സംസ്ഥാന കൗൺസിലിലും ഉണ്ടായി. പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും കരാറിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച് കേന്ദ്രത്തിന് കത്തയക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വം കാലതാമസം വരുത്തി. ഈ കാലതാമസമാണ് കേരളത്തിന് ഗുണകരമായത്. കേന്ദ്രത്തിന് കത്തയക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് ലഭിക്കേണ്ട SSK ഫണ്ടിന്റെ ആദ്യ ഗഡുവായ 92.41 കോടി രൂപ ലഭിച്ചു. PM ശ്രീ കരാറിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഈ തുക ലഭിച്ചതെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന ഒക്യുറൻസ് ഫണ്ടിലെ ആദ്യ ഗഡുവാണിത്. 2ഉം 3ഉം ഗഡുക്കൾ കൂടി വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രം അനുകൂല നിലപാട് എടുത്തതും ഫണ്ട് ലഭിക്കുന്നതിൽ നിർണായകമായി. അർഹമായ തുക പോലും സംസ്ഥാനത്തിന് നൽകുന്നില്ലെന്ന് കേരളം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചത്. ഫണ്ട് ലഭിച്ചതോടെ സർക്കാർ PM ശ്രീയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളായിരുന്നു. PM ശ്രീയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് സംസ്ഥാനം ഇതുവരെ ഔദ്യോഗികമായി അയച്ചിട്ടില്ല. കത്തിന്റെ കരട് തയ്യാറാക്കിയെങ്കിലും ചീഫ് സെക്രട്ടറി വഴി അയക്കേണ്ട കത്ത് വൈകി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയതായും മന്ത്രി അറിയിച്ചിരുന്നു. ഈ കാലതാമസം സർക്കാരിന് ഫണ്ട് നേടിക്കൊടുത്തെങ്കിലും CPIക്ക് നൽകിയ ഉറപ്പിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തന്ത്രമാണോ ഇതെന്ന ചോദ്യവും ഉയരുന്നു. PM ശ്രീയിൽ നിന്ന് കേരളം പിന്മാറിയതായി അറിയില്ലെന്നും പദ്ധതിയിൽ തുടരണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരസ്യമായി പ്രസ്താവിച്ചു. PM ശ്രീയിൽ ഒപ്പിട്ടതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനാണ് എന്നതിനാൽ കേരളം കത്തയച്ചാലും അന്തിമ തീരുമാനം കേന്ദ്രത്തിന്റേതായിരിക്കും. ഈ സാഹചര്യത്തിൽ ഫണ്ട് കിട്ടിയതോടെ CPIക്ക് വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാനാവില്ലെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് CPM ഉള്ളത്. പാർട്ടിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയം നിലനിർത്തുന്നതിനും മുന്നണി ബന്ധം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും CPI ഇപ്പോൾ സമവായത്തിന്റെ പാതയിലാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PM ശ്രീ വിഷയത്തിൽ CPMനോട് ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാട് സംസ്ഥാന കൗൺസിലിൽ വ്യക്തമാക്കി. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. നേരത്തെ CPI നേതാക്കളും AIYFും തർക്കത്തിനിടെ ഖേദം പ്രകടിപ്പിച്ചത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നതയുണ്ടായിരുന്നു. ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടെങ്കിലും താൽക്കാലികമായി ഈ വിഷയങ്ങൾ മയപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഈ സംഭവം കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയത്തിന്റെ ഉദാഹരണമായി പ്രതിപക്ഷം ചിത്രീകരിക്കുന്നു. കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുമ്പോഴും സാമ്പത്തിക ലാഭത്തിനായി രഹസ്യമായി കരാറിൽ ഒപ്പിടാൻ സർക്കാർ മടിച്ചില്ല. SSK ഫണ്ട് ലഭിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോകലും അനിവാര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിനേക്കാൾ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് സർക്കാർ മുൻതൂക്കം നൽകി. PM ശ്രീ വിഷയത്തിൽ CPIയെ വിശ്വാസത്തിൽ എടുക്കാതെ CPM ഏകപക്ഷീയമായി എടുത്ത തീരുമാനം മുന്നണി ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കി. ഈ വിള്ളൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
അവസാനമായി കേന്ദ്രത്തിന് കത്തയക്കുന്നതിലെ കാലതാമസം സർക്കാരിന് ഫണ്ട് നേടിക്കൊടുത്തെങ്കിലും ഇനി കത്തയച്ചാലും ഇല്ലെങ്കിലും CPIയുടെ ശക്തമായ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വരും. ഫണ്ട് ലഭിച്ച ഈ നേട്ടം ഉപയോഗിച്ച് PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം കേന്ദ്രം അംഗീകരിക്കില്ല എന്ന വാദമുയർത്തി പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറിയതായി കേന്ദ്രം അറിയില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിലവിൽ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ സംസ്ഥാനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമായിരിക്കും പദ്ധതിയിൽ തുടരണമോ അതോ ഔദ്യോഗികമായി പിന്മാറണമോ എന്ന കാര്യത്തിൽ സംസ്ഥാനം അന്തിമ തീരുമാനമെടുക്കുക. കത്ത് വൈകിപ്പിക്കാനുള്ള കാരണം അത് തയ്യാറാക്കാൻ സമയം വേണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണമാണ്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ട കത്ത് തയ്യാറായെങ്കിലും മുഖ്യമന്ത്രി ഫയൽ കണ്ടില്ലെന്നാണ് ഏറ്റവും പുതിയ സൂചന.